എല്ലാ കൂട്ടുകാർക്കും ഈസി ഫോർ യുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രൊജക്റ്റിൽ നമ്മൾ വാക്ക് കൊടുത്തൊരു പ്രൊജക്റ്റായിരുന്നു മാസ്ക് വെൻഡിങ് മെഷീൻ. അപ്പോൾ ഇന്നും ഒരു കോവിഡ് ബേസ്ഡ് പ്രൊജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ വലിയ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും ആവശ്യമില്ല. അതായത് പ്രോഗ്രാമിംഗ് ഇല്ല, ഈവൻ സോൾഡറിങ് ചെയ്യേണ്ട പോലും സഹായമില്ലാതെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഹോബിസ്റ്റുകളായിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. വളരെ കുറച്ച് മാത്രമേ കമ്പണൻസ് ആവശ്യമുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് അവൻ്റെ കൂട്ടുകാരികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പ്രൊജക്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു മാസ്ക് വെൻഡിങ് മെഷീൻ മാത്രമല്ല, ഇതിനെ ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വലിയൊരു പർപ്പസ് കൂടി ഉണ്ട്. വേറൊന്നുമല്ല, നമ്മളിതിനെ സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കണം. വീഡിയോയിലോട്ട് പോയാലോ? സ്റ്റാർട്ട് ചെയ്യാലേ? നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്കീമാറ്റിക് ഡയഗ്രമാണ് ഈ വരഞ്ഞിരിക്കുന്നത്. ഇതിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കുറച്ച് മാത്രം കമ്പോണൻസ് മാത്രം ആവശ്യമുള്ളൊരു പ്രൊജക്റ്റാണിത്. വെൻഡിങ് മോട്ടർ വിത്ത് സ്പ്രിങ്, പിന്നെ കോയിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോയിൻ സെലക്ടർ, കോയിൻ അക്സെപ്റ്റർ, പിന്നെ ഒരു ടൈമർ സർക്യൂട്ട്, ടൈമർ റിലേ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കോയിൻ അക്സെപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ സിഗ്നൽ ഔട്ട്പുട്ട് ടൈമർ റിലേൻ്റെ ട്രിഗറിലോട്ട് പോകുന്നു. റിലേ കോണ്ടാക്ട് വെച്ചിട്ട് വെൻഡിങ് മോട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്കതിന് എല്ലാ ആവശ്യമായിട്ട് ഒരു 12 വോൾട്ടേജ് 2 ആംസിൻ്റെ പവർ സപ്ലൈ ആവശ്യമുണ്ട്.
നമ്മുടെ മാസ്ക് ഡിസ്പെൻസറിൻ്റെ അസംബ്ലിങ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഈ ലുക്കിലാണ് അവസാനം അത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫിനിഷിങ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. പിന്നെ ഇതൊരു പ്രോട്ടോ മോഡലായിട്ട് മാത്രം കണ്ട് തൽക്കാലം ആ ഒരു ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അസംബിൾ ചെയ്തതിന് ശേഷമുള്ള ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഈ ബോക്സ് നമ്മൾ അരയിഞ്ച് പ്ലൈവുഡിൽ ചെയ്തു. അതിനുശേഷം അതിൻ്റെ പുറത്ത് മൈക്ക് ഒട്ടിച്ച് പരമാവധി വൃത്തിയാക്കാൻ നോക്കിയിട്ടുണ്ട്. ബോക്സ് ചെയ്തത് ഒരു കാർപ്പൻട്രി ഷോപ്പിൽ കൊടുത്തിട്ടാണ്. പിന്നെ അതിന് മേലെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിതിന് സ്വയം ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ബോക്സിന് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ചാമ്പർ നമ്മൾ സർക്യൂട്ടിന് വേണ്ടിയിട്ടും റൈറ്റ് സൈഡ് ചാമ്പർ നമ്മുടെ വെൻഡിങ് ചെയ്യാനുള്ള അതിൻ്റെ അസംബ്ലി ഇതെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ, കാരണം നമ്മുടെ നാപ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ മാസ്ക് ആണെങ്കിലും യൂസർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് ശേഷം ഇത് ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യത്തിലായിരിക്കണം. നമ്മളത് പാഡ് ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ടോപ്പപ്പ് ചെയ്തതിന് ശേഷം മാസ്കോ അതുപോലെ തന്നെ സാനിറ്ററി പാഡാണെങ്കിൽ അതെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക, വെൻഡിങ് ചെയ്യാനുള്ള അതിൻ്റെ മെയിൻ മെക്കാനിസം. ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള ഈ ഒരു കൺവെയർ മെക്കാനിസത്തിലാണ് വെൻഡിങ് നമുക്ക് സാധ്യമാകുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പലർക്കും ഡൗട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ പ്രവർത്തിപ്പിച്ച് കാണിച്ചാൽ ആ ഒരു ഡൗട്ട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഒഴിവാക്കാമെന്ന് തോന്നുന്നു. ഈ സ്പ്രിങ്ങിൻ്റെ ഓരോ സ്ലോട്ടിലും നമ്മൾ മാസ്കിൻ്റെ പാക്കറ്റുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലോട്ടിലുള്ളത്, മുകളിലത്തെ സ്ലോട്ടിലുള്ള പാക്കറ്റ് അതിന് തൊട്ടു താഴെയുള്ള സ്ലോട്ടിലോട്ട് മെല്ലെ മൂവ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും താഴത്തെ സ്ലോട്ടിലുള്ള പാക്കറ്റ് തുടർന്ന് അങ്ങോട്ട് സ്ലോട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് താഴെ വീഴുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വർക്കിങ്. ഒരു പ്രാവശ്യം സർക്യൂട്ട് പവർ ഓൺ ചെയ്തിട്ട് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കിംഗ് മെക്കാനിസമാണ്. നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാനും ഇതിൻ്റെ ടൈമിംഗ് കൺട്രോളിനും വേണ്ടിയിട്ടാണ് ടൈമർ സർക്യൂട്ട് യൂസ് ചെയ്തത്. കോയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോയിൻ അക്സെപ്റ്ററും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പ്രിങ്ങിനകത്ത് മാസ്കുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, യൂസറിനറിയാൻ വേണ്ടിയിട്ട്, കാരണം ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആൾ മാസ്ക് ഒന്നും ഇല്ലാത്ത ട്രേ ആണ് കാണുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് കോയിൻ ഇടേണ്ട കാര്യമില്ല. കോയിൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേക്കകത്ത് മാസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആളിനെ കാണാനുള്ളൊരു സൗകര്യത്തിനാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെൻഡിങ് മെഷീൻ്റെ അസംബ്ലിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൽ ടെസ്റ്റിങ്ങിൻ്റെ മാത്രം ആവശ്യമുള്ളൂ ഇനി. അപ്പോൾ നമുക്കതുകൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാമല്ലേ? കണ്ടില്ലേ, മാസ്ക് വെൻഡിങ് സൂപ്പറായിട്ട് വരുന്നുണ്ട്. നമ്മൾ മാസ്കിനെ നീറ്റായിട്ട് ഒരു കവറിനകത്ത് പാക്ക് ചെയ്തു. കണ്ടില്ലേ, ഇനി ഇതേ മെഷീൻ നമ്മൾ സാനിറ്ററി പാഡ് വെൻഡിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത് നോക്കാം. വേറെ ഒന്നുമില്ല, ഈ ഒരു സ്റ്റിക്കർ മാത്രം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് സാനിറ്ററി പാഡുണ്ട്. നമ്മൾ വിസ്പറിൻ്റെ ഒരു സാനിറ്ററി പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സാനിറ്ററി പാഡ് നമ്മൾ ഇതിൻ്റെ ട്രേയിലോട്ട് ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കി നോക്കാം. നമ്മളങ്ങനെ കയ്യിലുള്ള 6 പാഡും ആ പാക്കറ്റിലുണ്ടായിരുന്ന 6 പാഡും ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്തു. വീണ്ടും കണ്ടില്ലേ, ഒന്നുകൂടെ നോക്കാം.
അടിപൊളിയല്ലേ? ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീൻ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.